Hi students, നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ഏകദേശം എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2020 നീറ്റ് കഴിഞ്ഞു അല്ലേ? നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നോ? വളരെ ഈസി ആയിരുന്നു. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും NCERTയുടെ ബേസിലല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ അതുകൂടി ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഉള്ളൂ, അത്രയും മാത്രം ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് അതൊന്ന് നീറ്റിനെല്ലാം ചോദിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് MCQs കൂടി ഇന്ന് ചെയ്യാം. ഓക്കെ അല്ലേ? Then first question, for the given circuit, നമ്മൾ എന്തൊക്കെ സർക്യൂട്ട് ഉണ്ട്? L-ഉം R1-ഉം സീരീസ്, L-ഉം R1-ഉം പാരലൽ ആണ്. അത് കപ്പാസിറ്ററും ഒരു R2 റെസിസ്റ്റൻസുമായിട്ട് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. They are connected to a AC input. ഓക്കെ അല്ലേ? ദെൻ നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറയുന്നത്, കപ്പാസിറ്ററിൽ എന്താ കണ്ടീഷൻ? കറണ്ട് ലീഡ് ചെയ്യും, അതല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും. കറണ്ട് ലീഡ് ചെയ്യും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും. ദെൻ റെസിസ്റ്റൻസിലാവുന്ന സമയത്തോ ദേ ആർ ഇൻ ഫേസ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഇൻഡക്ടർ? പൊട്ടൻഷ്യൽ ലീഡ് ചെയ്യും, കറണ്ട് ലാഗ് ചെയ്യും. എത്ര? ബൈ π/2. ദെൻ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വാട്ട് ഇസ് ഓപ്ഷൻ? ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ IL ആൻഡ് IR1. IL-ഉം IR1-ഉം ഇവിടെ ഫേസ് എത്രയായിരിക്കും? ഹിയർ ദ ഫേസ് ഈസ് 0, ഹിയർ ദ ഫേസ് ഈസ് കറണ്ട് ലാഗ് ചെയ്യും, പൊട്ടൻഷ്യൽ ലീഡ് ചെയ്യും. അപ്പം എന്തായിരിക്കും? π/2. പൊട്ടൻഷ്യൽ ആണ് ലീഡ് ചെയ്യുന്നത് കേട്ടോ. വി ലീഡ്സ്, നമുക്ക് അതും കൂടി എഴുതാം. വി ലീഡ്സ് I/π/2. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എന്താണ്? 0 ആണോ വന്നിരിക്കുന്നത്? 0 ആണോ? അല്ല, ദേ ആർ നോട്ട് ഇൻ ഫേസ്. അപ്പോൾ എന്തല്ല? 0 അല്ല. അപ്പോൾ ഓപ്ഷൻ ഒന്നാമത്തെ തെറ്റാണ്. രണ്ടാമത്തെ, ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ VC ആൻഡ് VR2. VC-യും VR2-ഉം എന്താണ് തമ്മിൽ? VC-യും VR2-ഉം തമ്മിൽ ഫേസ് ഡിഫറൻസ് എത്രയാണ്? 90. കാരണം VR എന്ന് പറയുന്നത് തന്നെ ഇൻ ഫേസ് ടു I ആണ്. ദെൻ പൊട്ടൻഷ്യൽ അക്രോസ് കപ്പാസിറ്റർ എന്തായിരിക്കും? ഹിയർ ദ ഫേസ് ഈസ് 0 ആൻഡ് പൊട്ടൻഷ്യൽ അക്രോസ് കപ്പാസിറ്റർ ലാഗ് എന്ത് ചെയ്യും? VC lag I/π/2. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായിരിക്കും? കറണ്ട് ലീഡ് ചെയ്യും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും. ഇസ് 90 ഡിഗ്രി. അത് കറക്റ്റ് ആണ്. π/2 ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ദെൻ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ IL ആൻഡ് IR1. IL-ഉം IR1-ഉം IL ആൻഡ് IR1 ഫേസ് ഡിഫറൻസ് 180 ആണോ? സോ π/2. Again ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ VC ആൻഡ് VR2 ഈസ് 180 ഡിഗ്രി. ഇതും തെറ്റാണ്. ഇത് ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ്? ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്നുകൂടി വരച്ചു നോക്കാം. LCR സർക്യൂട്ടിൽ ഇത് എന്തായിരിക്കും? I ആണ് എങ്കിൽ ഇറ്റ് ഈസ് VR. ദെൻ എങ്ങനെയായിരിക്കും? VL എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ലീഡ് ചെയ്യും, VC പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും. ദെൻ നമുക്ക് പൊട്ടൻഷ്യൽ നേരെ തിരിച്ചു വരയ്ക്കുകയാണ്. ഹിയർ എന്താണ്? പൊട്ടൻഷ്യൽ ആണ്, കറണ്ട് ആണ് വരയ്ക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് IR. ദെൻ കറണ്ട് ഇൻ ദ കപ്പാസിറ്റർ IC ലീഡ് ചെയ്യും ആൻഡ് IL ലാഗ് ചെയ്യും. ഇവിടെ കറണ്ട് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ പൊട്ടൻഷ്യലിന്റെ ഗ്രാഫ് വരച്ചു, ഫേസ് വരച്ചു. ഇവിടെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മൾ കറണ്ടിന്റെ വരച്ചു. ദെൻ കറണ്ട് എന്ന് പറയുന്ന കപ്പാസിറ്ററിൽ ലീഡ് ചെയ്യും, ഇൻഡക്ടറിൽ ലാഗ് ചെയ്യും. റെസിസ്റ്റൻസ് ഇൻ ഫേസിലായിരിക്കും. അറ്റ് റെസൊണൻസ് ആൾസോ I-ഉം R-ഉം ഇൻ ഫേസിലായിരിക്കും. അറ്റ് റെസൊണൻസ് ഇറ്റ് ആക്ട്സ് ജസ്റ്റ് ലൈക്ക് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. Is it clear? Okay, then the next question. A periodic voltage V varies with the time t as shown in figure. The t is the time period, the RMS value of the voltage. What do you mean by the RMS value? RMS, root mean square. First square ചെയ്യും, then mean കണ്ടുപിടിക്കും, then root എടുക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ എവിടെ മുതൽ എവിടെ വരെ? 0 to t വരെ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം RMS. VRMS which is equal to, ആദ്യം എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. എവിടെ മുതൽ എവിടെ വരെയാ? 0 to t/4 ഉണ്ട്, t/4 to t ഉണ്ട്
രണ്ട് ഇൻ്റർവെല്ലാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മീൻ എടുക്കണമെങ്കിൽ 0 to t/4 പ്ലസ് ഇൻ്റഗ്രൽ t/4 to t. അപ്പോൾ 0 to t/4, 0 മുതൽ t/4 വരെ v സ്ക്വയർ ആണ്. v0 സ്ക്വയർ. സ്ക്വയർ ചെയ്യണം എന്ന് പറഞ്ഞു ആദ്യം. ഫസ്റ്റ് സ്ക്വയർ ചെയ്യണം. 0 to t/4 വാല്യൂ v0 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ v0 സ്ക്വയർ, v0 സ്ക്വയർ dt ആൻഡ് t/4 to t വാല്യൂ 0, then 0 സ്ക്വയർ into dt. മീൻ എടുക്കണമെങ്കിൽ ബൈ എന്തുകൂടി വേണം, ഇൻ്റഗ്രൽ 0 to t dt. അപ്പോൾ സ്ക്വയർ ചെയ്തു, മീൻ എടുത്തു. ഇനി എന്തും കൂടി വേണം, റൂട്ട്. റൂട്ട് മീൻ സ്ക്വയർ ആണ് അല്ലേ, RMS. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര കിട്ടും, 0 to t/4, v0 is a constant, then v0 സ്ക്വയർ കോമൺ ആക്കി എടുത്തു, ഇൻ്റഗ്രൽ 0 to t/4 dt പ്ലസ് 0 ഡിവൈഡഡ് ബൈ t റൂട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, v0 ഇൻറ്റു t/4 ഡിവൈഡഡ് ബൈ t റൂട്ട്. t കട്ട് ചെയ്തു, ദെൻ റൂട്ട് ഓഫ് v0 ഡിവൈഡഡ് ബൈ 4, സോറി v0 സ്ക്വയർ ഉണ്ട്, v0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു എന്നിടും v0 ഡിവൈഡഡ് ബൈ 2. വാട്ട് ഇസ് ദ വാല്യൂ, v0 ഡിവൈഡഡ് ബൈ 2, ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ. സ്ക്വയർ ചെയ്യുക, ഇവിടുത്തെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ v0 സ്ക്വയർ, ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 0 സ്ക്വയർ, അതിൻ്റെ മീൻ എടുക്കുക 0 മുതൽ t വരെ, ദെൻ റൂട്ട് എടുക്കുക. ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ ഏതാ കറക്റ്റ്, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ്. ക്ലിയർ. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The potential difference V and current I flows through the AC circuit is given by V is equal to 5 cos omega t minus pi by 6 and I is equal to 10 ആണ് കേട്ടോ, 10 sin omega t ampere. Then the average power dissipated in the circuit. What is the average power? Average power is equal to IRMS VRMS cos phi. അല്ലെങ്കിലോ I0 V0 divided by 2 cos phi. ഓക്കെ, അപ്പോൾ ഫൈ കിട്ടണം, ഫേസ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് കോസിനെ സൈൻ ആക്കി എഴുതാം. വാട്ട് ഇസ് ദ വാല്യൂ, 5 sin omega t പ്ലസ് 5/2 മൈനസ് 5/6. ക്ലിയർ അല്ലേ. അപ്പോൾ ഫേസ് ഡിഫറൻസ് എത്രയാണ്, 5 ഈക്വൽ ടു 5/2 മൈനസ് 5/1. അപ്പോൾ എത്ര കിട്ടും, ഫേസ് ഡിഫറൻസ് എത്രയാണ്, 5/2 മൈനസ് 5/6. ഇവിടെ 0 ആണ്, ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും, അപ്പോൾ 5/3. ഫേസ് ഡിഫറൻസ് വിൽ ബി 5/3. ഓക്കെ അല്ലേ. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് 5/6 ഉണ്ട്. എഗെയിൻ കോസിനെ സൈൻ ആക്കണമെങ്കിൽ ഒരു പ്ലസ് 5/2 കൂടി വേണം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, 5/2 മൈനസ് 5/6 ആയിരിക്കും. എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്, 5/3. ദെൻ ദ വാല്യൂ ഈസ് 5/3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. Then average power average is equal to IRMS. IRMS is equal to 10 and I0 equal to 10. ഒന്നുകൂടി എഴുതാം, I0 V0 cos phi divided by 2. I0, what is the value of I0? This is the 10 and V0 is equal to 5. Then divided by 2 into cos phi. Cos phi is equal to cos pi by 3. Cos pi by 3 equal to 1/2. Then 10 into 5/2 into 1/2. Then cut ചെയ്ത് കളഞ്ഞു 2. Then 5. 25/2 is equal to 12.5. 12.5. Option ഏതായിരിക്കും, 12.5 watt. Option 12.5 volt. Option B. Is it clear? ക്ലിയർ അല്ലേ. ഫേസ് ഡിഫറൻസ് കറണ്ടും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഒന്നില്ലെങ്കിൽ സൈനിനെ കോസ് ആക്കാം അല്ലെങ്കിൽ കോസിനെ സൈൻ ആക്കാം. ഒരേ ടേംസിലാക്കിയതിന് ശേഷം ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A series LCR circuit is connected to an AC voltage source. When L is removed from the circuit,
അത് 2020 ഇപ്പോൾ 2020 നീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നീറ്റ് 2020 നീറ്റ് ക്വസ്റ്റ്യൻ ഇപ്പം കഴിഞ്ഞ 2 ദിവസം മുന്നേ കഴിഞ്ഞ എക്സാമിലെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി നോക്കാം. A series Celsius circuit is connected to an AC voltage source. L is removed from the circuit. The phase difference between the current and voltage is pi/3. Then phase difference കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ട്രയാങ്കിൾ ആണ്? ഇറ്റ്സ് ഇംപെഡൻസ് ട്രയാങ്കിൾ അല്ലേ. നമ്മൾ ഇംപെഡൻസ് ട്രയാങ്കിൾ എടുത്തു 5. ഓക്കെ അല്ലേ? അതിൻ്റെ ഹൈപ്പോട്ന്യൂസ് എന്തായിരിക്കും? ഇംപെഡൻസ് Z ആയിരിക്കും. ആൻഡ് റിയാക്റ്റൻസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XL മൈനസ് XC. മാഗ്നിറ്റ്യൂഡ് എടുത്തു. ഹിയർ ദ റെസിസ്റ്റൻസ് R. ഒരു LCR സർക്യൂട്ടിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് റിമൂവ് ചെയ്തു? വെൻ L ഈസ് റിമൂവ്ഡ്, L റിമൂവ് ചെയ്തു. L റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? XL 0. ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും? XL = 0. അപ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? കപ്പാസിറ്ററും റെസിസ്റ്റൻസും. കപ്പാസിറ്ററും റെസിസ്റ്റൻസും സർക്യൂട്ടിൽ 5 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ഉള്ളത്? then 5 is pi/3. 5 is pi/3. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? tan phi = tan pi/3 √3 = XL minus XC ഉണ്ടോ? ഇല്ല, XC ഡിവൈഡഡ് ബൈ R മാത്രം. ആൻഡ് രണ്ടാമത്തെ കേസിൽ എന്താ വേണ്ടത്? ഇൻസ്റ്റഡ് C ഈസ് റിമൂവ്ഡ്. രണ്ടാമത്തെ കേസിൽ നമ്മൾ C റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ XC = 0. അഗെയിൻ റിമൂവ് ഫ്രം ദ സർക്യൂട്ട്. ദ ഫേസ് ഡിഫറൻസ് അഗെയിൻ pi/3. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് വീണ്ടും tan phi = വീണ്ടും √3 തന്നെ, which is equal to X. C 0 ആണ്. XL ഡിവൈഡഡ് ബൈ R. √3 രണ്ടും 5/1 5/2 സെയിം ആണല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ടീഷൻ? From this we got the condition XL = XC. From this we get XL = XC. XL = XC എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്താണത്? റെസൊണൻസ്. The circuit is just act like എന്തുപോലെ ആക്ട് ചെയ്യും? Pure resistive circuit അല്ലേ. Then that Z is equal to R. Then the question is, then the power factor of the circuit. What is the power factor? It's the cos phi. Cos phi. Phi എത്രയാണ്? അപ്പോൾ പ്യുവർ റെസിസ്റ്റീവ് ആണെങ്കിൽ phi is equal to 0. Then cos 0 = 1. Is it clear? ഈസി ആയിരുന്നില്ലേ? ഇനി നമുക്കതൊന്നും ഓർമ്മയില്ലെങ്കിലും നമുക്കത് ചെയ്യാം കേട്ടോ. ആദ്യം എന്താണ് വേണ്ടത്? ഇൻഡക്ടർ റിമൂവ് ചെയ്തു. ഇൻഡക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് കേസിൽ ഇൻഡക്ടർ റിമൂവ് XL = 0. then which is CR സർക്യൂട്ട്, കപ്പാസിറ്റീവ് റെസിസ്റ്റൻസ് സർക്യൂട്ട് അല്ലേ. കപ്പാസിറ്റീവ് റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ എന്തായിരിക്കും? ഇത് കറണ്ട് എന്ന് എടുത്തു. അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് VR. അപ്പോൾ VC എന്തായിരിക്കും? ലാഗ് ചെയ്യും അല്ലേ. കപ്പാസിറ്ററിൽ VC ലാഗ് ചെയ്യും. VC ലാഗ് ചെയ്യും. എത്ര ലാഗ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്? 90 ലാഗ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവിടെ എത്ര ലാഗ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഫേസ് ഡിഫറൻസ് 5 = pi/3. ദെൻ അടുത്ത കേസിൽ രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്തു നമ്മളുള്ളത്? L C റിമൂവ് ചെയ്തു. അപ്പോൾ L മാത്രമേ ഉള്ളൂ. അവിടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. എത്ര തന്നെ ലീഡ് ചെയ്യും? pi/3. L മാത്രമാവുന്ന സമയത്ത്, ഇവിടെ C മാത്രമാവുന്ന സമയത്ത് രണ്ടിൻ്റെയും ഫേസ് സെയിം ആണ്. അപ്പോൾ VL-ഉം VC-യും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെ ആയിരിക്കും, സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ അത് എന്ത് ചെയ്തു പോവും? റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് മാത്രമായിരിക്കും. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ റിസൾട്ടൻ്റ് എന്തായിരിക്കും വരിക? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ റിസൾട്ടൻ്റ് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എന്തായിരിക്കും? ഫേസ് phi = എന്തായിരിക്കും? 0. then cos phi = 1. That is the answer 1. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? റെസൊണൻസ് ആണ് കണ്ടീഷൻ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 40 മൈക്രോഫാരഡ്. ഇതും നമ്മളെ 2020 ഇപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ 2020 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതും 2020 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, 40
microfarad capacitor. Capacitor താഴെ വന്നിട്ടുണ്ട് 40 microfarad, 10 raised to minus 6 farad. Connected to a 200 volt 50 hertz AC supply. ഇപ്പോൾ VRMS വന്നിട്ടുണ്ട്. What is the VRMS? VRMS equal to 200 volt and frequency nu is equal to 50 hertz. Supply. RMS value of the current. എന്താണ് IRMS? IRMS is equal to VRMS divided by impedance. ഇവിടെ ആകെ എന്ത് മാത്രമേ ഉള്ളൂ? Capacitor. Then XC. XCയുടെ equation എന്താ? 1 by omega C. Then VRMS divided by 1 by omega C. Easy ആയിരുന്നില്ലേ question? Just substitute ചെയ്താൽ മാത്രം മതി. Then IRMS equal to എന്ത് കിട്ടും? VRMS is equal to 200 into omega 2 pi into nu into C. Substitute ചെയ്യാം. 200 into 2 pi into nu. What is the value in nu? 50 and C is equal to 40 into 10 raised to minus 6. Then substitute ചെയ്ത് നോക്കിയേ എത്ര കിട്ടും? വാല്യൂ എത്ര കിട്ടും നോക്കിയേ. Then 200 into 2 pi 400 into 5 2 into 10 raised to 3 into pi into 40 into 10 raised to minus 6, approximately 8 into pi into 10 raised to 4 into 10 raised to minus 6, which is approximately equal to 2.5 10 raised to value. So 2.5 value will become 2.5. Option C. Clear ആണോ? ഈസി ആയിരുന്നില്ലേ? അപ്പം നിങ്ങൾ പ്യുവർ NCERT വിട്ടിട്ട് കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്സിലായാലും അപ്പം മാക്സിമം NCERT ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ NCERTയിലുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് RMS വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, പീക്ക് വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ. ഇതെല്ലാം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കണം, AC-യിലാണെങ്കിൽ ആവറേജ് വാല്യൂ ഫുൾ സൈക്കിളിൽ ആവറേജ് വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പം നമ്മൾ ഹാഫ് പീരിയഡിലാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ AC ആവുന്ന സമയത്ത് നമുക്ക് AC-യിൽ എപ്പോഴും ഔട്ട്പുട്ട് നമ്മൾ വാല്യൂ എടുക്കുന്നത് എപ്പോഴും ഏതായിരിക്കും? RMS ആണ്. മെഷർ ചെയ്യുന്നതെല്ലാം വോൾട്ട്മീറ്റർ വെച്ചിട്ടായാലും അമ്മീറ്റർ വെച്ചിട്ടായാലും മെഷർ ചെയ്യുന്നതെല്ലാം എന്താണ്? പീക്ക് വാല്യൂ ആണോ? ആവറേജ് വാല്യൂ ആണോ? അല്ല, എന്താണ്? RMS വാല്യൂ ആണ്. ഇനി AC വോൾട്ട്മീറ്റർ വെച്ചിട്ട് നമുക്ക് ഏതിലും കണക്ട് ചെയ്യാം? DC-യിലും കണക്ട് ചെയ്യാം, AC-യിലും കണക്ട് ചെയ്യാം. എന്നാൽ DC വോൾട്ട്മീറ്റർ നമ്മൾ AC സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വി ഗിവ് ദ 0. അപ്പോൾ AC സർക്യൂട്ടിൽ DC വെച്ച് കഴിഞ്ഞാൽ ആവറേജ് വാല്യൂ ആണ് DC മെഷർ ചെയ്യുക, DC വോൾട്ട്മീറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അപ്പോൾ DC വോൾട്ട്മീറ്ററോ അമ്മീറ്ററോ നമ്മൾ AC സർക്യൂട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. AC സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും RMS ഹീറ്റിംഗ് ഇഫക്റ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് നോക്കി, പ്യുവർ കപ്പാസിറ്റീവ്, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. പ്യുവർ റെസിസ്റ്റീവ് ആയാലും പ്യുവർ കപ്പാസിറ്റീവ് ആയാലും പ്യുവർ ഇൻഡക്റ്റീവ് ആയാലും എന്താ പ്യുവർ റെസിസ്റ്റീവിൽ എന്തായിരിക്കും? ഇൻ ഫേസിലായിരിക്കും. പ്യുവർ റെസിസ്റ്റീവിൻ്റെ പ്രത്യേകത എന്താണ്? പ്യുവർ റെസിസ്റ്റീവിൽ പ്യുവർ റെസിസ്റ്റർ മാത്രമാണെങ്കിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു? ഒരു AC. പ്യുവർ റെസിസ്റ്റേഴ്സിൽ ഇക്വേഷൻ എന്തായിരുന്നു? V equal to V0 sin omega t and I equal to I0 sin omega t. Here phi equal to 0. And pure capacitor മാത്രമാണെങ്കിലോ? പ്യുവർ കപ്പാസിറ്റർ മാത്രമാണെങ്കിൽ എന്തായിരിക്കും? I equal to Vയിലാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ. Then V equal to V0 sin omega t and I equal to I0 sin omega t പ്ലസ് കറണ്ട് കപ്പാസിറ്ററിലാകുമ്പോൾ കറണ്ട് ലീഡ് ചെയ്യും പ്ലസ് π/2. ആൻഡ് ഇൻഡക്റ്റർ പ്യുവർ ഇൻഡക്റ്റീവ് ആയിരുന്നുവെങ്കിലോ? ഇത് പ്യുവർ ഇൻഡക്റ്റീവിൽ എന്തായിരുന്നു? L മാത്രമാണെങ്കിൽ പ്യുവർ ഇൻഡക്റ്റീവിൽ എന്തായിരിക്കും? V equal to V0 sin omega t and I equal to I0 sin പ്ലസ് ആണോ മൈനസ് ആണോ വരിക? കറണ്ട്
ലാഗ് ചെയ്യും. പൊട്ടൻഷ്യലാണ് ലീഡ് ചെയ്യുക, കറണ്ട് ലാഗ് ചെയ്യും. സൈൻ ഒമേഗ ടി മൈനസ് y/2. Is it clear? Then നമ്മൾ LCR സർക്യൂട്ട് നോക്കിയായിരുന്നു അല്ലേ? LCR സീരീസ് സർക്യൂട്ട്. LCR സീരീസ് സർക്യൂട്ടിൽ Lം വരും, Cയും വരും, Rം വരും. സീരീസ് ആണ്. Then pure ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ സർക്യൂട്ട്. V തന്നെ കൊടുത്തു. Then നമ്മൾ LCR V. Then here V equal to V0 sin omega t and I equal to I0 sin omega t plus phi. Okay, then I0 equal to V0 divided by Z. Here Z is equal to root of എന്തായിരുന്നു? R square plus XL minus XC the whole square. XL minus XC the whole square. ഇതിൽ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്താണത്? ഇംപീഡൻസ് ട്രയാങ്കിൾ. ഇംപീഡൻസ് ട്രയാങ്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് ദ ഇംപീഡൻസ് ട്രയാങ്കിൾ? ഹിയർ ദ phi, here XL minus XC and here the R just Z. From that cosine tan phi is equal to XL minus XC divided by R and cos phi is the power factor. Cos phi is equal to, what is the value? Cos phi is equal to R by Z. Okay അല്ലേ? Then നമ്മൾ പിന്നെ എന്താണെന്ന് നോക്കിയത്? പവർ ആണ് അല്ലേ? പവർ ഡിസിപ്പേഷൻ. Then the power, average power is equal to IRMS VRMS cos phi. Here the cos phi is known as power factor. Power factor cos phi is equal to R by Z. Cos phi പ്യുവർ ഇൻഡക്ടറിലാണെങ്കിൽ phi എത്രയായിരിക്കും? cos phi 0. പ്യുവർ കപ്പാസിറ്റർ ആണെങ്കിലും cos phi 0. Then ആവറേജ് പവർ ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റർ എന്ന് പറയുന്നതായിരിക്കും 0 ആയിരിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്ലെസ് കറണ്ട്. എന്താ പറയുക? വാട്ട്ലെസ് കറണ്ട്. ആൻഡ് ആവറേജ് പവർ ഇൻ റെസിസ്റ്റേഴ്സിലാണെങ്കിലോ IRMS VRMS തന്നെ ആയിരിക്കും. ദെൻ നമ്മൾ അതിൽ 2-3 കാര്യം കൂടിയും പഠിക്കുന്നുണ്ട്. എന്താണ്? വാട്ട്ലെസ് അല്ലെങ്കിൽ വർക്ക്ലെസ് ഫാക്ടർ അല്ലെങ്കിൽ വർക്ക്ലെസ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വർക്ക്ലെസ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണ്? IRMS sin phi. ആൻഡ് വർക്ക്ഫുൾ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? IRMS cos phi. ഓക്കെ, അതൊരു വർഷം JEE മെയിൻസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. IRMS sin phi വർക്ക്ലെസ് കറണ്ട് കണ്ടുപിടിക്കാൻ ആ ടേം ഒന്ന് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്തായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്? റെസോണൻസ്. എന്താ റെസോണൻസ് എന്ന് പറഞ്ഞാൽ? റെസോണൻസിന്റെ കണ്ടീഷൻ എന്താണ്? XL equal to XC, then omega equal to 1 by root LC, then Z minimum ആയിരിക്കും, which is R, then current will be maxima V0 divided by Z. But that LCR series circuit റെസൊണൻസിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒമേഗ ഓർ ഫ്രീക്വൻസി വേഴ്സസ് കറണ്ട് ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ ആയിരിക്കും. ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. അതിന്റെ ഇംപിഡൻസിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇംപിഡൻസ് വേഴ്സസ് ഫ്രീക്വൻസി വേഴ്സസ് ഇംപിഡൻസ് ഗ്രാഫ് നേരെ തിരിച്ചായിരിക്കും. ഇവിടെ എന്തായിരിക്കും? പ്യുവർ കപ്പാസിറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ എന്തായിരിക്കും? പ്യുവർ ഇൻഡക്റ്റീവ്. ഇങ്ങനെ വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ന്യൂ സീറോ വെച്ചിട്ടാണ് വരച്ചത് കേട്ടോ. ഗ്രാഫ് ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെ ആയിരിക്കും. 0 ഫ്രീക്വൻസി 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് എങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ലേ? നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. Z is equal to root of XL minus XC the whole square plus R square. ഇതാണ്. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ XL ഇൻക്രീസ് ചെയ്യും ആൻഡ് XC ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും, അപ്പോൾ XL ഇൻക്രീസ് ചെയ്യും, XC ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് കുറയല്ലേ വേണ്ടത്? ആണോ അതോ കൂടാണോ വേണ്ടത്? അങ്ങനെ നമുക്കൊരു ഡൗട്ട്. 2 കേസ് വരില്ലേ എന്ന് ഡൗട്ട് വരും. അങ്ങനെ ഡൗട്ട് വരേണ്ട യാതൊരു ആവശ്യമില്ല. എന്താണ് കേസ്? ന്യൂ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ന്യൂ 0 ആവുന്ന സമയത്ത് XC എന്തായിരിക്കും? വെൻ ന്യൂ ഈക്വൽ ടു 0 XC എന്തായിരിക്കും? 0 ആയിരിക്കും. ന്യൂ 0 ആകുമ്പോൾ XC 0 ആയിരിക്കും. XL എന്തായിരിക്കും? ഫ്രീക്വൻസി 0. ന്യൂ 0 ആകുമ്പോൾ XC
ഇസ് ഈക്വൽ ടു 1/ωc. എക്സ് സി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും, എക്സ് എൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് അതെന്തായിരിക്കും, ഡി സി ആയിരിക്കും അല്ലേ. ഡി സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും, അതിനെ ബ്ലോക്ക് ചെയ്യും, ഇൻഡക്ടർ ഈസി ആയിട്ട് അതിനെ പാസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അത് കപ്പാസിറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ് സി മൈനസ് എക്സ് എൽ എന്ന് പറയുന്നത് മാക്സിമം അല്ലേ. എക്സ് എൽ മൈനസ് എക്സ് സി ആയാലും എക്സ് സി മൈനസ് എക്സ് എൽ ആയാലും മാക്സിമം അല്ലേ. ഓക്കെ അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യും, ഫ്രീക്വൻസി കൂടി വരും. ഫ്രീക്വൻസി കൂടി വരുമ്പോൾ എക്സ് എൽ ഇൻക്രീസ് ചെയ്യും, എക്സ് സി ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റെസിസ്റ്റൻസും കുറഞ്ഞ് വരും. അറ്റ് ന്യൂ ഈക്വൾ ടു ന്യൂ സീറോയില് എക്സ് എൽ ഈക്വൾ ടു എക്സ് സി ആയിരിക്കും, അതോടുകൂടി മിനിമം ആയിരിക്കും ഇമ്പിഡൻസ്. ദെൻ അഗെയിൻ അത് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന LCR പാരലൽ ആയിരുന്നു അല്ലേ. LCR പാരലലിൽ നിങ്ങൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് കപ്പാസിറ്റർ, ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റൻസ്. ഇത് പാരലൽ ആണെങ്കിൽ അത് പാരലൽ ആയിട്ടാണ് എങ്കിൽ നിങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇംപിഡൻസ് ട്രയാങ്കിൾ അല്ല, അഡ്മിറ്റൻസ് ട്രയാങ്കിൾ ആണ്. അഡ്മിറ്റൻസ് ട്രയാങ്കിൾ ഫൈ. അഡ്മിറ്റൻസ് എന്തായിരിക്കും, ഹിയർ ദ y is the admittance, here SC minus SL. എന്താണ് susceptance and G conductance. Here what is the value, here I equal to I0 sin omega t, then V equal to V0 sin omega t plus 5. ഓക്കെ അല്ലേ. ഇവിടെ നമുക്ക് അതിൽ നിന്ന് ഓക്കെ അഡ്മിറ്റൻസ് ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് കോൺസ്റ്റന്റ് ആക്കി വയ്ക്കും, പാരലൽ ആണ്, വി കോൺസ്റ്റന്റ് ആക്കി വയ്ക്കും. ഹിയർ വി ആർ ഐ ആർ അതേ ഡയറക്ഷനിൽ തന്നെ, വിയും ഐയും തമ്മിൽ ഐ ആർ റെസിസ്റ്റൻസ് ഇൻ ഫേസിലാണ്. ആൻഡ് കപ്പാസിറ്റർ ലീഡ് ചെയ്യും ആൻഡ് ഇൻഡക്ടർ ലാഗ് ചെയ്യും. ഓക്കെ അല്ലേ. ദെൻ ഇതിൽ നമുക്ക് റെസൊണൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എസ് സി ഈക്വൽ ടു എസ് എൽ തന്നെയാണ്. ദെൻ ഇസഡ് ഈസ് മാക്സിമം ആണ് ആർ. ഹിയർ ദ ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. ഗ്രാഫ് നേരെ തിരിച്ചായിരിക്കും. ഫ്രീക്വൻസി ഒമേഗ വേഴ്സസ് കറണ്ട് ഗ്രാഫ് നേരെ തിരിച്ചായിരിക്കും. സിമിലർലി ഇംപിഡൻസിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും, ഇസഡ് വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് ഒമേഗ ഗ്രാഫ് എങ്ങനെയായിരിക്കും, നേരെ തിരിച്ചായിരിക്കും. ഓക്കെ അല്ലേ. ദെൻ പാരലൽ സർക്യൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പഠിച്ചിരിക്കുന്നത്, റെസൊണൻസ് കണ്ടീഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്, ക്വാളിറ്റി ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് എ ക്വാളിറ്റി ഫാക്ടർ, Q is equal to omega 0 divided by bandwidth 2 delta omega, which is equal to XL divided by R, which is equal to XC divided by R, which is equal to 1 by R root L by C. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ആകെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത് LCR സീരീസ് സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രം വെച്ചിട്ടുള്ള ഇക്വേഷൻ നന്നായി പഠിച്ചിരിക്കണം. ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഡെറിവേഷൻ നന്നായി പഠിച്ചിരിക്കണം. ഗ്രാഫുകളെല്ലാം നന്നായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ. ദെൻ ക്വാളിറ്റി ഫാക്ടർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കുന്ന LC ഓസിലേറ്റർ ആണ്. LC ഓസിലേറ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മെക്കാനിക്കൽ സ്പ്രിംഗ് മാസ് സിസ്റ്റം ഒന്ന് ഇക്വലൻ്റ് ആയിട്ട് നോക്കിയിട്ട് പഠിച്ചാൽ മതി. ഡാംഡ് ഓസിലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്നാലും ജസ്റ്റ് അതൊന്ന് ഇക്വലൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ട്രാൻസ്ഫോമേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, ഇന്ന് എടുത്തതേ ഉള്ളൂ. ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഇക്വേഷൻ എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഇക്വേഷൻ, IP ഡിവൈഡഡ് ബൈ IS ഈക്വൽ ടു VS divided by VP equal to NS divided by NP, and the efficiency equal to output power secondary divided by power primary into 100. Efficiency okay percentage la into 100 കൂടി വരും. ക്ലിയർ ആണല്ലോ. അത് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാ, മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ NCERT ഫുള്ളായിട്ട് കവർ ചെയ്യുക, കോമെൻറ്റ് ചെയ്യാം, വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.